ഹായ് ഹലോ എല്ലാവർക്കും സൈഗോസ് വിഷന്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഇന്ന് പതിവ് പോലെ തന്നെ ഉച്ചത്തെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഉച്ചയ്ക്കുള്ള കറികളും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇപ്പൊ എന്ത് ചെയ്യുന്നോണ്ടിരിക്കുകയാണ്? അച്ചാറിടാൻ പോകുന്നു. ഞാൻ ഇന്നലെ നിങ്ങളുടെ വീഡിയോയിൽ അച്ചാറിടാൻ വേണ്ടി ഇത് ഈ വീഡിയോയിലാണ്, അതോ വേറെ വീഡിയോ ആണ്? ഇതിൽ കൂടെ തന്നെ നമ്മൾ അച്ചാർ. അപ്പൊ നമ്മുടെ ഇവിടെ കാന്താരി എത്തിയിട്ടുണ്ട്. കാര്യം പറയണ്ടേ, തിങ്കളാഴ്ച വെളിയിലിറങ്ങല്ലേ രാത്രി, ഭയങ്കര ഇരുട്ടായിരിക്കും. ഓ, ആര് പറഞ്ഞത്? കൊച്ചിച്ചൻ വാർത്തയിൽ കാണിച്ചു തന്ന. ഓ, ഭയങ്കര ഇരുട്ടായിരിക്കും അല്ലേ? നമ്മളെല്ലാം രാത്രി വെടി ഇറങ്ങൂലല്ലോ, നമ്മളെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയല്ലേ ഉള്ളൂ. അല്ല അച്ഛൻ ഓട്ടോ സ്റ്റാൻഡിൽ വൈകുന്നേരം രാത്രി അവർ ഓ ശരി, ഭയങ്കര ഉത്തരവാദിത്വം തന്നെ. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ വീഡിയോസിന്റെ കാഴ്ചകളിൽ പോവാം കേട്ടാ. ഞാൻ കടിക്കാതെ അതെ തന്നെ. ഓക്കെ, അപ്പൊ നമ്മളെ കാഴ്ചകളിലോട്ട് പോവാം. നമ്മൾ ഇന്നലത്തെ കരുവാടിനെ കൂടെ ചൂടാക്കി എടുക്കണം അല്ലേ വാസി? യാസ്. അപ്പൊ ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് പൊതിക്കണം. എനിക്ക് തേങ്ങ വെള്ളം വേണം. ഓക്കെ, നിനക്കും വേണോ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് തേങ്ങ പൊതിക്കാം. അപ്പൊ കൂട്ടുകാരി അച്ഛൻ നമ്മള് തേങ്ങ കണ്ടോ, നല്ല പാകത്തിനുള്ള തേങ്ങയാണ്. എനിക്ക് തേങ്ങ വെള്ളം വേണം. ഇത് എവിടത്തെ തേങ്ങയാണ്? അമ്മ വന്നത് നീനുന്റെ പരടത്തിലത്. പക്ഷെ അത് നേരെ മതി. കണ്ടോ, മതി മതി. അപ്പൊ കൂട്ടുകാരെ അച്ഛൻ തേങ്ങ പൊതിച്ചിട്ട് നമ്മളെ തേങ്ങ പൊട്ടിക്കണം കേട്ടോ. വെള്ളം വേണ്ട. വെള്ളം ഇല്ലടാ, ഞാനും ഇതിനും കൂടെ വെള്ളം ചോദിച്ച് കളയാതെ കേട്ടോ. ചരുവോടുന്നു നിങ്ങൾക്ക് നല്ല തോന്നുന്നു. അയ്യോ, പകുതി വെള്ളം എന്നറിയാൻ പോയി. കണ്ടോ, അച്ചാറിന് അരിഞ്ഞത് ഞാൻ ഒരു മാങ്ങ എടുത്ത് ഒരു ഒഴിച്ചു കറി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതിനായിട്ട് ഞാൻ എന്താ വെള്ളമൊക്കെ വെച്ച് നമ്മൾ ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വലിയ പുളിപ്പൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. തൈര് ചേർക്കാതെ ഒരു ഒഴിച്ചു കറി വെക്കാന്ന് കരുതി കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മള് വേവിക്കാനായിട്ട് വെച്ചിരുന്ന നമ്മുടെ മാങ്ങ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്കിനി ഒരു അരപ്പ് കൂടി തയ്യാറാക്കണം. അപ്പൊ അരപ്പ് എടുത്തിട്ട് അരച്ചിട്ട് വരാമേ. അപ്പോൾ നമ്മുടെ അരപ്പിലേക്ക് ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എടുത്തിട്ട് കേട്ടോ. അപ്പം നമ്മളിത് അരച്ചെടുത്തുകൊണ്ട് വന്ന അരപ്പ് കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ എടുത്ത് വീത്താമേ. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി കുറഞ്ഞു കേട്ടോ. അതേ ഫോണിൽ ഞാൻ നോക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതത് ചൂടാകുമ്പോൾ കളർ വരും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. അന്ന് വെച്ച അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ഇന്നും വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നതേ ഉള്ളൂ. മീൻകുട്ടി നമ്മൾ കായം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിരുന്നു കേട്ടോ. നമ്മളിവിടെ കായം നോക്കിയപ്പോൾ തീർന്നു പോയി. ഞാൻ അവിടെ അപ്പുറത്തെ വീട്ടിൽ പോയി കായം വാങ്ങിക്കൊണ്ട് വന്നേ കേട്ടോ. അപ്പം നല്ലെണ്ണ വീത്തി കടുകിട്ടു. പൊടി. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇപ്പം നമുക്ക് പുതിയതായിട്ട് ഒത്തിരി കൂട്ടുകാർ വരുന്നുണ്ട്. ഞങ്ങളുടെ ചാനലിൽ ഇപ്പോൾ പല ആളുകളും നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, വിളിച്ച് നമ്മളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. പിന്നെ അതുപോലെ പുതിയ കൂട്ടുകാർ ഒത്തിരി വരുന്നുണ്ട്. അവർക്ക് വേണ്ടി പറയുകയാണ്, ഞങ്ങളുടെ സൈഗോസ് വിഷൻ എന്ന ചാനലിൻ്റെ പേര് ഞങ്ങളുടെ ഒരു ഫാമിലി ബ്ലോഗാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ, ഞങ്ങൾ പോകുന്ന യാത്രകൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസാണ് ഞങ്ങൾ അതിൽ ഇടുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെന്ന് പറയുന്നത് ഞങ്ങൾ 3 പേരാണുള്ളത്. ഞാനും ചേട്ടനും മോളുമാണുള്ളത്. അപ്പോൾ മോള് പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. ഇപ്പോൾ പക്ഷെ മോള് എന്താ പറയുക, ഒരു സ്കൂളിൽ പഠിക്കാനൊക്കെ പോകുന്നത് കാരണം ഒത്തിരി അങ്ങനെ ഉൾപ്പെടുത്താനൊന്നും പറ്റുന്നില്ല നമ്മുടെ ഡെയിലി ലൈഫ് വീഡിയോ ഇടുന്നത് കൊണ്ട്. പിന്നെ ചേട്ടൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്.
ഞാൻ വീട്ടിൽ തന്നെയാണ്, ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ ചുള്ളിമാനൂർ മൊട്ടക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് പുതുതായിട്ട് വന്നതുകൊണ്ടാണ് ഞങ്ങളൊന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ലൈവിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, പക്ഷെ ലൈവിൽ വരാത്ത കുറച്ച് കൂട്ടുകാർ ഇപ്പൊ എനിക്കറിയാം, കമന്റ് വായിക്കുന്നുണ്ട് അറിയാം, ഒരുപാട് കൂട്ടുകാർ പുതുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളിവിടെ വാടകയ്ക്കാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്നത് പുളിമാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളെക്കുറിച്ച്, ഞങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ വലിയ യൂട്യൂബേഴ്സ് ഒന്നും അല്ല. ഞങ്ങൾക്ക് എന്താ, ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് മോണിറ്റൈസിനായി ഞങ്ങളൊരു നല്ല രീതിയിൽ എത്തുകയാണെങ്കിൽ മറ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് അതിന് നിവർത്തിയില്ല എന്നാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ കമൻറ്റിൽ പറയുന്നുണ്ട് മറ്റുള്ളവരും കൂടെ ഒക്കെ ഒന്ന് സഹായിക്കണമെന്ന്. ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അതെ, സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ വലിയ യൂട്യൂബേഴ്സും അല്ല. ഒരുപാട് പേര് എന്നെ കാണുന്ന ആൾക്കാരും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം വീഡിയോസ് കൂടിയെന്നുകൊണ്ട് ഇതിൽ വരുമാനമൊന്നും വരത്തില്ല കേട്ടോ. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ഒരുപാട് കടമ്പകൾ കഴിയാനുണ്ട് വരുമാനമൊക്കെ കിട്ടാനുണ്ട്. കാറ്റലോഗ്സിനൊക്കെ ഇതുവരെ വരുമാനം ആയിട്ടില്ല. എന്തെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ളവരെ രക്ഷപ്പെടുത്തും കേട്ടോ. പിന്നെ ഒരു കൈ ചെയ്യുന്ന ദാനധർമ്മം മറുകൈ അറിയരുതെന്നാണല്ലോ, അതുകൊണ്ട് പരസ്യപ്പെടുത്തേയില്ല. എന്താണ് ഞങ്ങൾ പറയല്ലോ, ആഗ്രഹവും ഇല്ല. ഓക്കെ, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ സമയത്തിനകം വെച്ച് നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം പറയാത്തത് റെസിപ്പി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി. നമ്മുടെ മാങ്ങ ഒഴിച്ചേറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തൈര് ഒഴിക്കാതെ വെച്ചതാണ്. അപ്പോൾ ഇനി ഇതിൽ കടുവും കൂടി താളിച്ച് ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ കടു താളിക്കുന്നുണ്ട് കേട്ടോ. കടു താളിച്ച് അപ്പൊ നമ്മുടെ കറി റെഡിയായി. ഇനി അതിൽ കൂടെ തന്നെ നമ്മുടെ തോരൻ വെക്കണം കേട്ടോ. അപ്പൊ നമ്മളിന്ന് ക്യാബേജ് തോരനാണ് വെക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഈ ക്യാബേജ് തോരൻ വെക്കുന്ന വീഡിയോ എടുക്കുന്നത് കൊണ്ട് അങ്ങനെയൊന്നും വിശദമായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇത്തിരി ക്യാബേജ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരു ക്യാബേജ് വാങ്ങിച്ചത് 3 ദിവസം കൊണ്ടാണ് കേട്ടോ തോരൻ വെച്ചത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നലെ നമ്മൾ വെറൈറ്റി ആയിട്ട് അതുകൊണ്ടാണ് മുട്ട ചേർത്ത് വെച്ചത്. അപ്പൊ ഇന്ന് സാധാ തോരനാണ് കേട്ടോ വെക്കുന്നത്, സാധാ ക്യാബേജ് തോരൻ. അപ്പൊ ഒരു ക്യാബേജ് 3 ദിവസമായിട്ട് തോരൻ വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിശദമായി വീഡിയോ ഒന്നും എടുത്തില്ല, എല്ലാവർക്കും തോരനൊക്കെ വെക്കാൻ അറിയാവുന്നതാണല്ലോ. പിന്നെ ഈ തവ വെച്ചിരിക്കുന്നത് മീനുക്കുട്ടിക്ക് ഒരു മുട്ട പൊരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണേ. മീനുക്കുട്ടിയുടെ മുട്ട ഇതാ പോണു. മുട്ടയും റെഡി. ഇതെന്താ ഇല മോഡലാ മുട്ട. നമ്മള് 3 പേരും കൂടി ഇനി ചോറ് കഴിക്കാനായിട്ട് പോവേണ്. ചോറൊക്കെ കഴിക്കട്ടെ. എടി മീനു, വെള്ളം കളിച്ചത് മതി, എണീറ്റ് വാ. പറ്റൂല, ചോറ് കഴിക്കാൻ സമയമായി. തോരൻ എല്ലാ ചോറും കൂടെ നമ്മളങ്ങനെ എല്ലാ ഐറ്റംസും എന്തൊക്കെയാണ്, ഇന്നലത്തെ കരുവാട് കറി, തക്കാളി കറി, പിന്നെ മാങ്ങ അച്ചാറ്, മാങ്ങ ഒഴിച്ച് കറി, പിന്നെ ക്യാബേജ് തോരൻ എല്ലാം കൂടെ കൂട്ടി. ഇതാ മീനൂട്ടിക്ക് സ്പെഷ്യലായിട്ടൊരു മുട്ടയും കൂടെ കൊടുത്തു. മീനൂട്ടിക്ക് വേറെ ഒന്നും വേണ്ട, ഒഴിച്ച് കറിയും ക്യാബേജ് തോരനും മതി എന്ന് പറഞ്ഞു. മുട്ടയും കൂടെ കൊടുത്തു. ഇതങ്ങനെ താ മീനൂട്ടി എവിടെ? മീനൂട്ടി എപ്പടി ഇருக்கு? കഴിച്ചില്ലല്ലോ. വാവച്ചി നമുക്ക് കഴിച്ചിട്ടൊക്കെ കാണാം അല്ലേ? അവിടെ കഴിക്കണ. ഓ അത് തന്നെ കഴിക്കണ എടുക്കട്ടെ. പെട്ടെന്നോട്ട്. ഓ എന്റെ കൊച്ചു കഴിക്കണ വീഡിയോ കൂടെ ഇട്ടിട്ട് കഴിക്കോ? ഇപ്പഴാട്ടെ കഴിക്കോ? യെസ്, സൂപ്പർ അല്ലേ? ശരി, ഓക്കെ. അപ്പൊ നമ്മൾ കഴിച്ചിട്ടാ. അപ്പോൾ ഞങ്ങളുടെ ഉച്ചവിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചു അല്ലേ? അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.